ഫ്രണ്ട്സ്, വെൽക്കം ടു F3. ഞാനിന്നൊരു മാംഗോ സ്കൂപ്പ് ഐസ്ക്രീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീമിനായി ആദ്യം നമുക്ക് 1/2 ലിറ്റർ പാലെടുക്കാം. ഇനി 1/4 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 2 സ്പൂൺ നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം. പാല് കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ അന്നേരം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരവും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി അത് നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഒരു ഇളം ചൂടാവുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കൈ എടുക്കാതെ ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് വേകണം. അത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ ഈ പാലൊന്ന് കുറുകി വരും, കട്ടിയാവും, നല്ലൊരു ക്രീമി രൂപത്തിലെത്തും. അതാണ് അതിൻ്റെ ആ ഒരു പരുവം. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പോലെ ക്രീമി ആയിട്ട് കിട്ടും. ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി നന്നായി ഇളക്കണം. നമുക്ക് ഈ മിക്സ് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ ഐസ്ക്രീമിനായി ഞാൻ 2 ഇടത്തരം മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ലൊരു മാംഗോ പൾപ്പാക്കി എടുക്കണം. നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം. വാനില എസൻസ് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പൊതുവെ ഐസ്ക്രീമുകൾക്കൊക്കെ ഒരു മണമുണ്ട്, അതിനു വേണ്ടി. അതും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ അത് എല്ലാം കൂടി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ്ക്രീമിൻ്റെ ടിന്നിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ 2 മണിക്കൂർ വെക്കണം. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ തുറന്നു നോക്കിയാണ്. അത് കുറേശ്ശെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അതിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. അതൊഴിവാക്കാനും ഐസ്ക്രീം കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ വീണ്ടും അതേ പാത്രത്തിൽ തന്നെ ഇത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 7-8 മണിക്കൂർ എന്തായാലും ഫ്രീസറിലിരിക്കണം. ഇപ്പോൾ ഇത് 7-8 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കാം. നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കാം.
നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു മാമ്പഴ ഐസ്ക്രീമിൻ്റെ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സ്വാദിഷ്ടമായ ഐസ്ക്രീമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീടുകളിൽ ഉണ്ടാക്കാം. വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്